CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. CPM കട്ടപ്പന ഏരിയ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റി അംഗം VR സജി പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളിലും പ്രവർത്തകരുടെ വീടുകളിലും പതാകകൾ ഉയർത്തി. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായി ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുവരികയാണ്. ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിൽ തൊടുപുഴയിൽ വെച്ചാണ് ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ജനുവരി 26-ന് പതാക ദിനമായി ആചരിച്ചത്. CPM കട്ടപ്പന ഏരിയ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റി അംഗം VR സജി പതാക ഉയർത്തി. വിവിധ നിലവാരത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. 2025 ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിലായി ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ ചേരുകയാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അത്യുജ്വലമായ ഒരു മുന്നേറ്റത്തിന്റെ കാലഘട്ടമാണ് ഈ സമ്മേളന കാലയളവ്. ഇടുക്കി ജില്ലയുടെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. UDFന്റെ കാലത്ത് ജയറാം രമേശും PT തോമസും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഉണ്ടാക്കിവെച്ച ഭൂപ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനും മലയോര മേഖലയിൽ പട്ടയം നൽകാനും ജനങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാനും എല്ലാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അവശേഷിക്കുന്ന ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരുപക്ഷെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ചരിത്ര പ്രാധാന്യമുള്ള റോഡുകളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനും ഈ സർക്കാരിനെ ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തുകയാണ്. ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ മുഴുവൻ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളിലും പ്രവർത്തകരുടെ വീടുകളിലും പതാക ദിനം ആചരിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ഏരിയ കമ്മിറ്റിയിൽ നടന്ന പതാക ദിനാചരണത്തിന് നേതാക്കളായ KN വിനീഷ് കുമാർ, TGM രാജു, NG ഗോപേഷ്, മജീഷ് ജേക്കബ്, V അലക്സ്, ശോഭന കുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.